Hi everyone, welcome to Trips and Treats. ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ 2021 ഫസ്റ്റ് ഫാമിലി ഗാദറിംഗ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് പാർക്കിൽ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒറിയോ ചീസ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതാകുമ്പോൾ സെറ്റാവുകയും ചെയ്യും. പിറ്റേ ദിവസം പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ തലേ ദിവസം ഞാൻ ഒറിയോ ചീസ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. പുഡിങ്ങിനായിട്ട് ഞാനിവിടെ ഒറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ക്രീമൊന്നും സെപ്പറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഒരുമിച്ച് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ബിസ്ക്കറ്റ്സൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചായിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. അല്ലാതെ കുറേ നേരിട്ട് അടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്സിലുള്ള ഓയിലൊക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തരിതരിപ്പോട് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ബിസ്ക്കറ്റ് പൊടിയിൽ നന്നായിട്ട് ചേരുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പുഡിംഗ് ട്രേയോ കണ്ടെയ്നറോ ഒറ്റ എടുത്താൽ മതി, ഗ്ലാസ് കണ്ടെയ്നർ എടുത്താൽ മതി. ഇതിപ്പോൾ കൊണ്ടുപോകുന്ന കാരണം മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ഫോയിൽ കണ്ടെയ്നർ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് ഒറിയോ ബിസ്ക്കറ്റും ബട്ടറും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് സെറ്റാവാൻ വെക്കാം. നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനുള്ള ബൗളും കാര്യങ്ങളൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വിപ്പ് ചെയ്ത് വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ മെഷർമെൻറ്റിൽ പറയുമ്പം 1 കപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഉള്ളത് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പഞ്ചസാരയാണ് എടുക്കുന്നത് വെച്ചാൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വിപ്പ് ചെയ്തെടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായ 1/2 ടീൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയും കുറച്ച് നിങ്ങളുടെ മധുരത്തിന് പാകത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീം മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറിയോ ഒക്കെ ഇപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു ക്രീം മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ വെച്ച് മെല്ലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയറായിട്ട് വീണ്ടും ഒറിയോ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അധികം പ്രസ് ചെയ്യരുത് കേട്ടോ, മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വീണ്ടും ക്രീം മിക്സ്ചറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനലി ഞാൻ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചർ തന്നെ പൊടി തന്നെ കുറച്ചൊന്ന് അങ്ങിങ്ങായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് കയ്യിലുള്ളത് കൊണ്ട് അതൊന്ന് ടോപ്പിംഗ് ആയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലേ ചോക്ലേറ്റ് സിറപ്പ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് ഓപ്ഷനിലാണ്, ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കയ്യിലുള്ളതുകൊണ്ട് ഒരു ഡിസൈൻ പാറ്റേൺ വരച്ചു കൊടുത്തതാണ്. പക്ഷേ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. ഇനി നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്.
പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് ലഞ്ചിൻ്റെ പണിയിലോട്ട് കടന്നു. ഇനി ഞാൻ ലഞ്ചിനായിട്ട് കബാലിത്ത് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് കേട്ടോ വലുതെടുത്തിട്ടുള്ളത്. സവാളൊക്കെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇനി പാനൊന്ന് ചൂടായി വന്നപ്പോൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ അറബിക് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറബിക് മസാലപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഐ കാർഡിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ പൊടി തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ മസാല പിടിക്കും വിധത്തിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടച്ചു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഞാൻ സൈഡ് ഡിഷായ സാൽസ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. സാൽസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സാൽസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാൽസൊക്കെ റെഡി. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു ക്യാരറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കൻ സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് പകുതി ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ ക്യാരറ്റ് ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് പകുതി എടുത്തിട്ടുള്ളൂ. ഒരു മുഴുവനായിട്ട് ഒരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കെല്ലാം ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പുതിനയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ക്യാപ്സിക്കണും എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്യുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫൈനൽ ഇൻഗ്രീഡിയൻ്റായ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ അരിക്ക് പാകമായിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മാഗിയുടെ ക്യൂബും കൂടെ ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് അടച്ചു മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് തുറന്ന് വെച്ച് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അറബിക് മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ കബാലിത്ത് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റൈസും ചിക്കൻ മസാലയും ഇങ്ങനെ മേലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്ന കാരണം ഞാൻ സെപ്പറേറ്റ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കൻ മസാലയും അതുപോലെ തന്നെ റൈസും സെപ്പറേറ്റ് കണ്ടെയ്നറിലാണ് കേട്ടോ പാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് സെർവ് ചെയ്താൽ മതി. റൈസ് പിന്നെ ഹസ്ബൻഡാണ് കേട്ടോ പാക്ക് ചെയ്തത്. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല, വിട്ടുപോയി. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമാ പ്രയറിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പള്ളി കഴിഞ്ഞ് വന്ന ഉടനെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. പക്ഷേ ഹസ്ബൻഡ് വന്നപ്പോഴും എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ മുഷ്രിഫ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അനിയനും ഫാമിലിയും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചപ്പം അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവരവിടെ നിന്ന് ഷാർജയിൽ നിന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പാർക്കിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോഗൺവില്ലയാണെന്നാണ് തോന്നുന്നത്. പാർക്കിൻ്റെ എൻട്രൻസ് എത്താനായപ്പോൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ പാർക്കിൻ്റെ അകത്താണെങ്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ നല്ല ഒരു വെതറാണല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ ആവണം നല്ല റഷ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമായിട്ട് കൂടി നല്ല റഷ് ഉണ്ടായിരുന്നു. മുഷ്രിഫ് പാർക്ക് ആണെങ്കിൽ അത്യാവശ്യം ഏരിയ ഉള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രൗഡില്ലാത്ത സ്ഥലം നോക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ അനിയനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. നമ്മൾ വന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അനിയത്തിയും മക്കളും ഹസ്ബൻഡൊക്കെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ കേട്ടോ ചെയ്തത്. കാരണം ഓൾറെഡി ടൈം 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാവരും ലഞ്ച് കഴിക്കാൻ ചെയ്തത്. അപ്പോൾ അനിയത്തി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സഞ്ജു അനിയൻ്റെ വൈഫ് അവർ കൊണ്ടുവന്നത് ബീഫ് പുലാവായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വിശപ്പും ഉണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ലഞ്ച് കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോഴേക്കും പിന്നെ മക്കൾ കളി തുടങ്ങി. ഫിസും ജിത്തും ഐഷു ഇന്നൊക്കെ കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ കുറച്ച് ഷട്ടിലൊക്കെ കളിച്ച് പിന്നെ അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നല്ല രസമായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പാർക്കിൽ പോയിട്ട് എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പോൾ അതിൻ്റേതായ രസമുണ്ടായിരുന്നു. മാത്രമല്ല ഉമ്മ നാട്ടിൽ പോകുന്നതിനെക്കാട്ടി മുന്നേയുള്ള ഒരു ഒത്തുകൂടലും കൂടെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും തണുപ്പ് ഇങ്ങനെ കൂടി വന്നിട്ടോ. അങ്ങനെ നമ്മൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ ഉമ്മ നാട്ടിലെത്തിയിട്ടോ. അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ ആരും കബാലിയത്ത് റൈസ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് അതിലോൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.